വെൽക്കം ടു യൂറോപ്പാസ് എപ്പിസോഡ് 3. സ്റ്റുഡന്റ് വിസ. നാട്ടിലെ നിരവധി ഏജൻസികൾ കയറി ഇറങ്ങി അവസാനം എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആയിട്ട് ഞാൻ ചെക്കിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ വിസ കിട്ടിക്കഴിഞ്ഞാലാട്ടോ കഥ ആരംഭിക്കുന്നത്. അക്കോമഡേഷന്, ഫ്ലൈറ്റ് ടിക്കറ്റ്, പർച്ചേസ്, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ. പിന്നെ നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളുകൾക്ക് എന്തുകൊണ്ടും ബെറ്റർ ആണ് യൂറോപ്പ്. കാരണം കുറഞ്ഞ ഫീസും നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ ബോണസ് ആയി നിങ്ങൾക്ക് ഒരു ഷെങ്കൻ വിസ ആണ് കിട്ടുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ ചെക്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ 50% ഓഫർ ഉണ്ടാവും. പിന്നെ പഠിത്തം കഴിഞ്ഞ് ചെക്കിൽ 9 months ആണ് സ്റ്റേ ബാക്ക് വരുന്നത്. ഈ ഒരു സമയത്ത് യൂറോപ്പിൽ 29 രാജ്യങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് ജോബ് നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ വരുന്ന യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ചോദിച്ചു നോക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പാർട്ട് ടൈം ഒക്കെ സെറ്റ് ആവുന്നവരെ ഒരു 3 മാസത്തേക്കുള്ളെങ്കിലും ലിവിങ് എക്സ്പെൻസിന്റെ പൈസ നിങ്ങൾ കൈമിൽ വെക്കുക. അപ്പോൾ